ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ യബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ എബേസ് എന്ന് പേരിട്ടു. എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. ഇവിടെ എബേസിന്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അത് സാധാരണ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥനയേക്കാൾ വളരെയധികം നെഞ്ചുപൊട്ടിക്കുന്ന, വേദനപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലം നമുക്ക് ആ പ്രാർത്ഥനയിൽ കാണുവാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ അമ്മ അവനെ പ്രസവിച്ചതിന് ശേഷം അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞാണ് അവൻ എബേസ് എന്ന് പേരിടുവാനായിട്ട് ഇടയായി തീർന്നത്. ആ മാതാവിന്റെ വ്യസനം എന്തായിരുന്നു എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് അറിയുവാൻ കഴിയത്തില്ല. എങ്കിലും അക്കാലത്ത് ഇസ്രായേലിൽ ഉണ്ടായിരുന്നതായ പലവിധമാകുന്ന പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഒരു വശത്തുണ്ട്. ഇത് തന്നെ ആയിരുന്നാലും ഈ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വ്യസനത്തോടു കൂടെയാണ് ഈ മാതാവ് എബേസിനെ, അല്ലെങ്കിൽ തന്റെ കുഞ്ഞിനെ പ്രസവിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നിട്ട് ഇട്ട പേരാണ് എബേസ് എന്ന്, അഥവാ വ്യസനപുത്രൻ. അപ്പോൾ ഓർക്കുക, ഒരു മാതാവ് തന്നെ അങ്ങനെ ഒരു പേര് ഇടണമെങ്കിൽ എത്രത്തോളം വ്യസനം ആ മാതാവിനുണ്ടായിരുന്നു എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏത് സാഹചര്യത്തിലായിരുന്നാലും ശരി, അങ്ങനെ ഒരു വ്യസനപുത്രൻ എന്ന് ആരും ഇടുകയില്ലല്ലോ. ഓർക്കുക പ്രിയമുള്ളവരെ, ഇന്ന് പലരും പലരെ നോക്കിക്കൊണ്ട് പല വാക്കുകൾ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചിലർ പറയാറുണ്ട്, ഇവൻ ജനിച്ചത് മുതൽ ഈ കുടുംബത്തിന് ഒരു ഉദ്ധാരണവുമില്ല, ഒരു അഭിവൃദ്ധിയുമില്ല, അല്ലെങ്കിൽ ഇവൾ ജനിച്ചത് മുതൽ എന്നൊക്കെ പറയാറുണ്ട്. അവൾ ജനിച്ചപ്പോൾ തന്നെ ആ അമ്മയും കൊണ്ട് പോയി, അല്ലെങ്കിൽ അവളുടെ ആ മാതാവിനെ കൊലയ്ക്ക് കൊടുക്കാൻ വന്നതാണ്, അല്ലെ അപ്പനെ കൊലയ്ക്ക് കൊടുക്കാൻ വന്നതാണ് എന്നൊക്കെ ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ പിതാവിനോ മാതാവിനോ ഉണ്ടായതായ ദുരന്തത്തെ ആ കുഞ്ഞിന്റെ തലയിൽ കെട്ടിവെച്ച് ജീവിതകാലം മുഴുവനും ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ഒക്കെ ശാപവാക്കുകൾ പറയുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചിലർ പറയും, ഇവൻ ജനിച്ചത് മുഖാന്തരമാണ് ഈ കുടുംബം ഇങ്ങനെ ആയിപ്പോയത്, ഇത്രയും അധപ്പതിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ചിലർ പറയും, ഓ ഇവക്ക് ഇത്രയും പ്രായമായി, ഒരു വിവാഹം പോലും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് മാതാക്കൾ പോലും ശപിക്കുന്ന തലമുറകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തു തന്നെയായിരുന്നാലും ശരി, ഈ എബേസിനെ സംബന്ധിച്ചിടത്തോളം താന് കേട്ട് വന്നത് അവന്റെ പേര് തന്നെ, സ്വന്തം മാതാവിട്ട പേര് തന്നെ വ്യസനപുത്രൻ എന്നാണല്ലോ. അതിന്റെ നടുവില് താൻ വേദനയോടെ പ്രാർത്ഥിക്കുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ച്, ഒന്നാമത് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, എന്റെ അതിര് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു. തന്റെ കൈ, ദൈവത്തിന്റെ കൈ തന്നോടുകൂടെ, അല്ലെങ്കിൽ തന്നെ നടത്തുവാൻ, പിടിച്ചു നടത്തുവാൻ ആരുമില്ല. സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഇതേപോലെയുള്ളതായ വ്യസനിപ്പിക്കുന്ന വാക്കുകൾ മാതാവിൽ നിന്ന് പോലും
ഒരു കരം പിടിച്ച് നടത്തേണ്ടുന്ന മാതാവ്, തോളിൽ എടുത്ത് നടത്തേണ്ട മാതാവ്, അങ്ങനെ പ്രിയപ്പെട്ടവർ പോലും വേണ്ട വിധത്തിൽ ഒന്ന് കൈതാങ്ങുവാൻ ഇല്ലാതിരിക്കുമ്പോൾ ഇവിടെ പറയാണ്, നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് നടത്തിയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നമുക്കറിയാം, യാക്കോബിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ യെശയ്യാ പ്രവചനം 41 അധ്യായത്തിന്റെ അതിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു. 10-ാം വാക്യത്തിൽ യാക്കോബിനോടുള്ള ബന്ധത്തിൽ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ താങ്ങുവാൻ ഒരു കരവുമില്ലാതിരുന്നാലും, പെറ്റതള്ള തള്ളിക്കളഞ്ഞാലും, നമുക്കറിയാം പ്രസവിച്ച മാതാവ് തന്നെ അനേക കുഞ്ഞുങ്ങളെ വഴി ഓരങ്ങളിൽ കളയുന്നത്, അമ്മത്തൊട്ടിലിൽ കളയുന്നത്, ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചിലർ കളഞ്ഞെന്നേ ഉള്ളൂ, ചിലർ ആ സ്വന്തം കൈകൊണ്ട് ആ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച് കൊന്ന് ദൂരെ വലിച്ചെറിയുന്ന അനുഭവങ്ങള് ഇന്ന് ഈ ലോകത്തിൽ സഹജമാണ്. ഓർക്കുക, നിന്നെ താങ്ങുവാൻ താങ്ങേണ്ടവർ താങ്ങാതിരിക്കുമ്പോൾ, താങ്ങേണ്ട കൈകൾ പ്രതികൂലമായിരിക്കുമ്പോൾ, വളർത്തേണ്ട കൈകൾ കഴുത്ത് ഞെരിക്കുവാനായിട്ട് നോക്കുമ്പോൾ, താങ്ങേണ്ടുന്ന എല്ലാ കരങ്ങളും, സഹായിക്കേണ്ടുന്ന എല്ലാ കരങ്ങളും കുടുംബത്തിൽ നിന്നാകട്ടെ, ബന്ധുക്കളിൽ നിന്നാകട്ടെ, ചാർച്ചക്കാരിൽ നിന്നാകട്ടെ, നീ ജോലി ചെയ്യുന്ന സ്ഥാനങ്ങളിൽ നിന്നാകട്ടെ, നിനക്ക് കൈത്താങ്ങൽ തരേണ്ട ഉദ്യോഗസ്ഥർ നിന്നെ ഞെരിക്കുവാൻ നോക്കുമ്പോൾ, നീ വർക്ക് ചെയ്യുന്ന സംഘടനകൾ നീ ഉയരുവാൻ അതിനെ ഉയർത്തുകയില്ല എന്ന് പറഞ്ഞ് തളയ്ക്കുവാൻ നോക്കുമ്പോൾ, പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഏതൊരു സാഹചര്യത്തിലും നിന്നെ കൈതാങ്ങുന്ന ഒരു കരമുണ്ട്, ഉയർത്തുന്ന ഒരു കരമുണ്ട്. ക്രൂശിൽ എനിക്കും നിനക്കും വേണ്ടി വിരിക്കപ്പെട്ട ആ കരം ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിലും അത് നമ്മെ കൈവിട്ട് കളയുന്ന കരമല്ല. ബലത്തോടെ നമ്മെ പിടിച്ച് തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു കരമുണ്ട്. അതേ, മനുഷ്യരെല്ലാം തള്ളിക്കളയും, എന്നാൽ ഒരിക്കലും തള്ളിക്കളയാത്തവനായ ഒരു കർത്താവ്, ഏത് സാഹചര്യത്തിലും വഴി നടത്തുവാൻ ശക്തനായ ഒരു കർത്താവ്, ആ ബലമുള്ള കരം കൊണ്ടാണ് നമ്മെ പിടിച്ച് വഴി നടത്തുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രതികൂല സാഹചര്യത്തിൽ നിരാശപ്പെട്ടു പോകാതെ വേണം എബേസ് പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. ആ കർത്താവ് കൈത്താങ്ങുക തന്നെ ചെയ്യും. പ്രിയ കർത്താവേ, ഈ ദൂത് കേൾക്കുന്ന പ്രിയ മക്കൾ ഒരുപക്ഷെ കുടുംബത്തിൽ നിന്ന്, ആ സ്വന്തക്കാരിൽ നിന്ന്, അല്ലെങ്കിൽ ഉദ്യോഗ ഗണങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, തങ്ങൾ വർക്ക് ചെയ്യുന്ന സംഘടനകളിൽ നിന്ന് ഒക്കെ തള്ളപ്പെട്ടവരായി ഞെരിക്കുന്ന കരങ്ങളിൽപ്പെട്ട് അമരുമ്പോൾ, ഈ ദൂത് കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഞെരുങ്ങുന്നെങ്കിൽ, സർവശക്തനായ പിതാവേ, അവിടുത്തെ ബലങ്കരം കൊടുത്ത് അവരെ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗശയ്യ മാറിപ്പോകട്ടെ. അതേ, ഒതുക്കുവാൻ നിൽക്കുന്ന രോഗങ്ങൾ, ബന്ധനങ്ങൾ, കഷ്ടങ്ങൾ ഇതെല്ലാം നീങ്ങിപ്പോകട്ടെ. പൊന്നുകരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ. എന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നുകാന്താനിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നുകാന്താനിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. നിനക്കിൽ ഭൂമിയിലെ സമസ്തമായയും ആത്മക്ലേശവും എന്നു ശാലോമോ. നിനക്കിൽ ഭൂമിയിലെ സമസ്തമായയും ആത്മക്ലേശവും എന്നു ശാലോമോ. നിനച്ച വാസ്തവമറിഞ്ഞി സാധു ഞാൻ പരമസിയോനോടി പോകുന്നു. നിനച്ച വാസ്തവമറിഞ്ഞി സാധു ഞാൻ പരമസിയോനോടി പോകുന്നു. എന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നുകാന്താനിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ.
വച്ചു സമസ്ത പോരും അതിനായി വഴിക്കു നിന്നാൽ വിളിച്ചു പോവുന്ന അതിന്റെ ചിറകിൽ സുഖിച്ചു വസിക്കുവാൻ